ട്രേഡേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് 2 വീക്സിനുള്ളിൽ ഉയരാൻ സാധ്യതയുള്ള ഷോർട്ട് ടേം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഓഹരികൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ഈ ഒരു സംവർധന മദർസൺ ഇന്റർനാഷണൽ. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് വീക്കിൽ തന്നെ 7-ാം തീയതി 8% ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് ഉയരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ 177 ഫസ്റ്റ് ടാർഗറ്റ്, 190 സെക്കൻഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 158 വെക്കുക. അപ്പോൾ ഇതാണ് സംവർധന മദർസൺ ഇന്റർനാഷണലിന്റെ ടാർഗറ്റ് വരുന്നത്. നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ലീല പാലസ്. ഈ ഒരു ഹോട്ടൽസ് റിസോർട്ട്, ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവരുടെ ടാർഗറ്റ് ഇപ്പോൾ 525 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 575, 625 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 461 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇനി തേർഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം. തേർഡ് സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക്. സോ ഫെഡറൽ ബാങ്ക് 356 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 360 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 390 ടാർഗറ്റ്, 338 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഇത് പല വീഡിയോസിലും പറഞ്ഞ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ മഹീന്ദ്ര 3502 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. 3800 വരെ ടാർഗറ്റ് ഉണ്ട്. 3350 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. നെക്സ്റ്റ് വരുന്നത് TCS. TCS ഇപ്പോൾ 2453 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2700 വരെ ടാർഗറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ 2458 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഒരു 58 ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2700 ടാർഗറ്റ്, 2325 സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ജൂവലറി സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ ടൈം വരാം, മഹാലക്ഷ്മി, ഇതുപോലെ ഓണം, ഇതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ജൂവലറി സ്റ്റോക്കുകളെല്ലാം തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എങ്കിലും നിങ്ങൾ ലോങ് ടേമിന് മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്, ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. അപ്പോൾ അതിൽ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ ഒരു സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 725, 730 ആ ഒരു റേഞ്ച് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ തങ്കമയിൽ ജുവലേഴ്സ് ഒക്കെ ഉണ്ട്, കല്യാൺ ജുവലേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ജുവലേഴ്സ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, 5280 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5295 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കല്യാൺ ജുവലേഴ്സ് 612, 615 ആ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ സെൻകോ, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നല്ല വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യുക. PC ജുവലേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻകോ ഗോൾഡ്, PC ജുവലേഴ്സ് ഒക്കെ പെന്നി സ്റ്റോക്ക് ആയിപ്പോയി, അപ്പോൾ അത് വേണ്ട. അതല്ലാതെ നല്ല ഒരു വാല്യുവേഷൻ ഫണ്ടമെന്റൽസ്, ടൈറ്റൻ നല്ല ഒരു സ്റ്റോക്കാണ്. ടൈറ്റൻ കമ്പനി തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ, ജുവലറി, ഐവെയർ കാറ്റഗറീസ് എല്ലാത്തിലും വരുന്നുണ്ട്. നല്ല ഡിവിഡൻഡ് യീൽഡിംഗും ആണ്. ലോങ് ടേമിനും ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫാണ്. സോ ഇത് നമുക്ക് ടൈറ്റൻ കമ്പനിയും ഫോക്കസ് ചെയ്യാം, നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, പിന്നെ ഫാർമ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ഫാർമ സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല. സോ ഈ 5 ഓഹരികൾ തീർച്ചയായിട്ടും ഷോർട്ട് ടേമിന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് തരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചോളുക. അപ്പോൾ അതായത് അത് ടെലഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ ഡെയിലി സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതുപോലെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് ഒക്കെ നിങ്ങൾക്ക് മലയാളം ഷെയറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ ഇനി നമുക്ക് LICയുടെ പോർട്ട്ഫോളിയോയിൽ
അത് ഉള്ള ഓഹരികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, LICയുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്രീസ് ആയിരിക്കുന്ന ഹോൾഡിംഗ് മൂല്യം ഇൻക്രീസ് ആയതിന് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഭാരതി എയർടെൽ ആണ്. അപ്പോൾ ഭാരതി എയർടെൽ ആണ് LIC ഹോൾഡിങ്സിൽ 2026 24.34 crores, 25 25.82 crores വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഇൻക്രീസ്, ഹോൾഡിംഗ് മൂല്യം നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട് ക്വാർട്ടറിൽ. അതുപോലെ മാരുതി സുസുക്കി, പിന്നെ ITC, അതുപോലെ ITC ഒക്കെയാണ് ഈ ഒരു ITC നല്ലൊരു സ്റ്റോക്കാണ്. ഷോർട്ട് ടേമിന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. 290 295 ആണ് ടാർഗറ്റ് ITCക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ കൊടാക് മഹീന്ദ്ര ബാങ്ക്, ഇതെല്ലാം LICയുടെ ജൂൺ മന്ത് പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്കുകളാണ്. കൊടാക് മഹീന്ദ്ര ബാങ്ക് 395 ബ്രേക്ക് ചെയ്താൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ബജാജ് ഫിനാൻസ്, ലൂപിൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഇതൊക്കെയാണ് LIC പോർട്ട്ഫോളിയോ ജൂൺ മന്തിൽ വെച്ചിരിക്കുന്ന 9 ഓഹരികൾ. ഓക്കെ, ഇനി FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയ സ്റ്റോക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എല്ലാം തന്നെ കൂടുതലും എന്താണ് ഈ ഒരു മിഡ് ക്യാപ്പ് ഇതിൽ വരുന്ന സ്റ്റോക്കുകളാണ്. മിഡ് ക്യാപ്പിൽ അത് ഓൾറെഡി പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതിൽ റാഡിക്കോ കെയ്താനാണ്. റാഡിക്കോ കെയ്താൻ്റെ ഒക്കെ FII ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ നല്ല വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയ സ്റ്റോക്കുകളാണ്. അതുപോലെ പ്രീമിയർ എനർജീസ് ഒക്കെ തന്നെ FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ ആന്തം ബയോസയൻസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്കുകളാണ്. ആന്തം ബയോസയൻസ് ഒക്കെ 845 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 855 860 ആണ് ടാർഗറ്റ്. കാരണം FII ഹോൾഡിങ്സ്, മ്യൂച്വൽ ഫണ്ട് രണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, ഇതെല്ലാം തന്നെ. അപ്പോൾ FII ഹോൾഡിങ്സ് റെഡ്യൂസ് ചെയ്ത സ്റ്റോക്കുകളാണ് അടുത്ത് വരേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകളാണ്. പക്ഷെ ഈ സ്റ്റോക്കുകളുടെ FII ഹോൾഡിങ്സ് നല്ല ഡിക്രീസ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ഹുണ്ടായി മോട്ടോഴ്സ്. ഹുണ്ടായി മോട്ടോഴ്സിന്റെ FII ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. 5.43 നിന്ന് 3.28% ആയിട്ട് ഡിക്രീസ് ആയിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്. ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇതിൽ റെക്കമെൻഡേഷൻ അല്ല തരുന്നത്, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ സ്റ്റോക്കിലൊക്കെ FII ഹോൾഡിങ്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ 155 ബ്രേക്ക് ചെയ്താൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസിൽ ഇനി ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇവരുടെ FII ഹോൾഡിങ്സ് 6.9% ആണ് റെഡ്യൂസ് ആയിരിക്കുന്നത്. കണ്ടോ, 17% നിന്ന് 10.16% ആയിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഫൈസറുടെയും FII ഹോൾഡിങ്സ് റെഡ്യൂസ് ആയിരിക്കുന്നു. FII ഹോൾഡിങ്സ് 2.81% നിന്ന് 1.6, അതായത് 1.1% ഇടിഞ്ഞിട്ടുണ്ട് ഫൈസറിൽ. പിന്നെ റെയിൽ വികാസ് നിഗം FII ഹോൾഡിങ്സ് 2.5% ആണ് ഡിക്രീസ് ആയിരിക്കുന്നത്. 4.86 നിന്ന് 2.41 ആയിട്ട് റെഡ്യൂസ് ആയിരിക്കുന്നു. അതുപോലെ CE ഇൻഫോസിസ്റ്റംസ്. ഓക്കെ, CE ഇൻഫോസിസ്റ്റത്തിന്റെയും FII ഹോൾഡിങ്സ് നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ, ഈ ഒരു സ്റ്റോക്കാണ്. CE ഇൻഫോസിസ്റ്റം അല്ലെങ്കിൽ മാപ്മൈ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, മാപ്മൈ ഇന്ത്യയാണ് CE ഇൻഫോസിസ്റ്റംസ്. ഓക്കെ, CE ഇൻഫോസിസ്റ്റത്തിന്റെയും FII ഹോൾഡിങ്സ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 3.15 നിന്ന് 1.52% ആയിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ, ഈ ഒരു സ്റ്റോക്കും ഹെൽത്ത് കെയർ സെക്ടറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഈ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്.
600 ബ്രേക്ക് ചെയ്താലാണ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഡിക്രീസ് അല്ല, ഇതിന്റെ ഇൻക്രീസ് ആണ് ആയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് RBL ബാങ്ക്. RBL ബാങ്കിന്റെയും FII ഹോൾഡിങ്സ് ചെക്ക് ചെയ്യുക. FII ഹോൾഡിങ്സ് 20.23 നിന്ന് 8.77 വളരെയധികം ഇടിഞ്ഞിട്ടുണ്ട്. 11.4% ഡിക്രീസ് ആയിരിക്കുകയാണ്. അതുപോലെ പിരാമൽ ഫാർമ 210. ഓക്കെ, ഇതിന്റെ വാലുവേഷൻ ഒന്നും കൊള്ളത്തില്ല. ഇങ്ങനെ വാലുവേഷൻ കൊള്ളാത്ത സ്റ്റോക്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം ഒത്തിരി നെഗറ്റീവ്സ് ഈ സ്റ്റോക്കിനുണ്ട്. അപ്പൊ അതല്ലാതെ ദിവീസ് ലാബോ, സൺ ഫാർമ അതുപോലെ നല്ല ഒരു വാലുവേഷൻ ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇവരുടെ FII ഹോൾഡിങ്സ് നല്ല റിഡ്യൂസ് ആയിട്ടുണ്ട്. 30.17 നിന്ന് 12.51% ആയിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ്. ഈ സ്റ്റോക്കിന്റെയും FII ഹോൾഡിങ്സ് നല്ല ഇടിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റോക്ക്. അപ്പൊ ഇവരുടെ FII ഹോൾഡിങ്സ് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം 3.02% നിന്ന് 1.23% ആയിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. സോ ഇതിൽ FII ഹോൾഡിങ്സ് ഡിക്രീസ് ആയ സ്റ്റോക്കുകൾ, അതുപോലെ ഷോർട്ട് ടേമിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളൊക്കെ നമ്മൾ നോക്കി. ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ മറക്കാതെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.